കല കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ന് മുതലാണ് കലിയായി തുടങ്ങിയത്? കലയിലൂടെയല്ലേ ഈ പ്രസ്ഥാനം വളർന്നത്? അതുകൊണ്ട് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്, നല്ല കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷ മനസ്സുള്ളവർ എനിക്ക് വോട്ട് ചെയ്യും. കാരണം യഥാർത്ഥ ഇടതുപക്ഷം ഞാനാണ്. ഒരാളിനെ ഇടതുപക്ഷമാക്കുന്നത്, ഒരാളിനെ കമ്മ്യൂണിസ്റ്റ് ആക്കുന്നത് സ്ഥാനമല്ല. സ്ഥാനം സാങ്കേതികത്വമാണ്, അവൻ്റെ ജീവിത സാഹചര്യമാണ്. എൻ്റെ ജീവിത സാഹചര്യമാണ്, ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യവും എൻ്റെ ആദർശവുമാണ് യഥാർത്ഥ കമ്മ്യൂണിസം എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് മഹേഷ് വോട്ട് ചെയ്യുന്നതിന് യാതൊരു കുറ്റബോധവും അറപ്പും ഉണ്ടാകില്ല എന്ന് ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഞാൻ ചോദിക്കട്ടെ നിയാസെ, സാധാരണക്കാരൻ്റെ വീട്ടിലൊരു ദുഃഖം വന്നാൽ പോകണ്ടേ? ഒരു സന്തോഷം വന്നാൽ പോകണ്ടേ? എനിക്ക് സമൂഹത്തിൽ നിന്നും കിട്ടുന്ന ഒരു അനുകൂലം, ഒരു റിസൾട്ട് എന്താണെന്ന് നിയാസ മനസ്സിലായോ? ഒരു സാധാരണക്കാരൻ, അവരുടെ ഇടയിൽ നിന്നൊരാൾ, അവരിലൊരാൾ ഒരു MLA ആയി എന്നുള്ളതാണ്. 5 മണിക്ക് വന്നാൽ എന്നെ കാണാം, 12 മണിക്ക് വന്നാലും എന്നെ കാണാം. ഒരാളും തടയില്ല. അവരുടെ സങ്കടങ്ങൾ പറയാം. അത് ഈ രാജ്യത്തെ സമ്പത്തുള്ളവൻ്റെ വീടുകളിലല്ല ബഹുഭൂരിപക്ഷവും, പട്ടിണിക്കാരൻ്റെ വീടുകളിലാണ്, പാവപ്പെട്ടവൻ്റെ വീടുകളിലാണ്. അവൻ്റെ പിതാവ് മരിക്കുമ്പോൾ, അവൻ്റെ മാതാവ് മരിക്കുമ്പോൾ, മകൻ അകാലത്തിൽ മരിക്കുമ്പോൾ അവനെ ആശ്വസിപ്പിക്കാനാണ്. പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടക്കുന്ന ഖദർ മണ്ഡപത്തിൽ ഒരു ജനപ്രതിയുടെ സാന്നിധ്യം ആ കുട്ടിയുടെ പിതാവ് ആഗ്രഹിക്കുന്നിടത്താണ് ഞാൻ പോകുന്നത്. അങ്ങനെ കരുനാഗപ്പള്ളിക്കാരൻ്റെ മനസ്സിൽ ഞാൻ സഹോദരനായി, ജ്യേഷ്ഠനായി, അനുജനായി, സുഹൃത്തായി, മകനായി, അളിയനായി, എടായി, പോടായി അങ്ങനെ ജീവിച്ചതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പിന്തുണയും ഒക്കെ. അതുകൊണ്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള ഭയവുമില്ല. നേരത്തെ MLA മാരുണ്ടായിരുന്നല്ലോ, നേരത്തെയും കരുനാഗപ്പള്ളി ഉണ്ടായിരുന്നല്ലോ. ഇത്രയേറെ ആഴത്തിൽ പാവപ്പെട്ടവനോടൊപ്പം, സാധാരണക്കാരനോടൊപ്പം നിൽക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതവരെ അലോരസപ്പെടുത്തും. ഞാനും ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ഈ വിവാദങ്ങൾക്കെല്ലാം കാരണം. എന്നെ മാത്രമല്ല, ഞാൻ അവരുടെ സങ്കടത്തിന്, അവരുടെ കണ്ണുനീരൊപ്പാൻ പോയ ആ വീട്ടുകാരെ കൂടി, ആ കുടുംബാംഗങ്ങളെ കൂടി ഇവരാക്ഷേപിക്കുകയാണ്.